ഫിസിക്കലി എൻഗേജ് ചെയ്യുന്ന, ഫിസിക്കലി ആക്റ്റീവ് ആകുന്ന ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു മേജർ ഇതാണ്. കുട്ടികളുടെ ഒരു ബേസിക് ട്രേറ്റ് എന്ന് പറയുന്നത് അവരുടെ ക്യൂരിയോസിറ്റി ആണ്, അല്ലെ? ആ കുട്ടികൾ വന്ന് ക്യൂരിയസ് ആയിട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എത്ര ആളുകളുണ്ട്? അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുക. ഓക്കെ, കുട്ടികൾ പലതരത്തിലുള്ള ക്യൂരിയോസിറ്റി ലെവലുള്ള കുട്ടികളുണ്ടാകും, പക്ഷെ അതിൽ തന്നെ ഇവൻ എന്ത് പറഞ്ഞാലും സംശയമാണ് എന്ന രീതി. പക്ഷെ ആ ക്യൂരിയോസിറ്റി അവൻ്റെ ഒരു ഇന്റലിജൻസിന്റെ ലക്ഷണം കൂടിയാണ്. ആ ക്യൂരിയോസിറ്റിയെ പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ബഹുമാന്യനായ PB നൂഹ്, അദ്ദേഹം IAS, അദ്ദേഹമാണ് ആ ഒരു സംസാരത്തിന്റെ നടത്തുന്നത്. ഒരുപാട് ജില്ലകളിലൊക്കെ ഡെപ്യൂട്ടി കളക്ടറായിട്ടും ഇപ്പോൾ നിലവിൽ അദ്ദേഹം കറന്റ്ലി സർവിംഗ് ആസ് ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. IAS ഉള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ചില നല്ല സ്റ്റെപ്പുകൾ എടുത്ത ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക നോട്ട് ചെയ്ത ഒരു കവറേജ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് PB നൂഹ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തെ പറ്റിയല്ല, അദ്ദേഹം പറഞ്ഞ വിഷയം, അദ്ദേഹം പറഞ്ഞത് മക്കള് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, അതെത്ര നിസ്സാരമാണെങ്കിലും നമ്മളതിന് ചെവി കൊടുക്കുന്നുണ്ടോ, നമ്മളത് പരിഗണിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം എന്ന ഒരു മേഖലയിലേക്കാണ്, ഒരു ചിന്തയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. വളരെ ഗൗരവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമുക്ക് എല്ലാമാണ്, നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്, നമ്മുടെ കൺകുളിർമയാണ്, നമ്മുടെ ഭാവി പ്രതീക്ഷകളാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വളർച്ചയും ഡിപ്പെൻഡ് അപ്പോൺ ദെയർ പാരൻസ്, അവരുടെ രക്ഷിതാക്കളെ ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും അവരുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടം നിൽക്കുന്നത്. സ്വാഭാവികമായും പലതും കാണുമ്പോൾ പല സംശയങ്ങളുണ്ടാകും. ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ. വളരെ രസകരമായൊരു അനുഭവം എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ വരുന്നത് ഒരു 5, 4, 9, 10 വയസ്സ് വരെയുള്ള മക്കളെയാണ് നമുക്ക് നോക്കാൻ കിട്ടില്ല ഇപ്പോൾ സ്കൂളിൽ. അപ്പോൾ ഇന്നലെ വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ കൊടുത്ത് ഇങ്ങനെ എഴുതണം, എല്ലാ മക്കളും നല്ല അറ്റൻഷനിൽ എഴുതുകയാണ്. അപ്പോൾ ഒരുത്തൻ മുമ്പിലത്തെ ബെഞ്ചിൽ നിന്ന് ചോദിക്കണം, മാഷ് ദുബായി പോയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അവിടെ ദുബായി വരേണ്ട യാതൊരു സാഹചര്യം അവിടെ ഇല്ല. അപ്പോൾ ഇല്ല, ഞാൻ ദുബായി പോയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത കമൻ്റ് എന്താ അറിയോ, എൻ്റെ ഒപ്പം ദുബായി പോവാണ് നാളെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് സംശയങ്ങളാണ്. അതെ. അതേപോലെ തന്നെ നമ്മളൊരു സഹപ്രവർത്തകൻ മൂപ്പര് വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്യും. അതായത് ഈ മാഷ് എന്നെ അവൻ കല്ലെടുത്ത് എറിഞ്ഞു. അപ്പോൾ എറിഞ്ഞ ആളെ കൊണ്ടുവരും. അപ്പോൾ കുട്ടികളാണല്ലോ, അവർ ഫസ്റ്റ് തന്നെ പറയുന്നത് ഞാൻ എറിഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും എറിയണ്ട, എത്ര പ്രാവശ്യം എറിഞ്ഞു എന്ന് പറഞ്ഞാൽ 2 വട്ടമാണോ 3 വട്ടമാണോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ നിഷ്കളങ്കതയല്ലേ, അവർ പറയും ഒറ്റ പ്രാവശ്യം മാഷെ ഞാൻ എറിഞ്ഞത് എന്ന് പറയും, എറിഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോദ്യങ്ങൾ, അവരുടെ സംശയങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. തീർച്ചയായും. അത് ചിലപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഒരു അസ്വാഭാവികത തോന്നും. ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണം. അങ്ങനെ ഒരു ചോദ്യം ഇന്നലെ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി ചോദിച്ചു. 4ാം ക്ലാസ് പഠിക്കണ ഒരു പയ്യൻ എന്നോട് ചോദിക്കണതിന്റെ മുമ്പ് സ്കൂളിലെ PTCMനോടാണ് ചോദിച്ചത്. പാർട്ട് ടൈം കണ്ടിജന്റ് സ്റ്റാഫാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മള് ചുണ്ടിൽ വെക്കുന്ന ഭാഗം, സിഗരറ്റിന്റെ ചുണ്ടിൽ വെക്കുന്ന ഭാഗത്തിന്റെ കളർ എന്താണ് എന്ന് ചോദിച്ചു. എന്നിട്ട് മൂപ്പര് അത് എന്നോട് വന്ന് പറഞ്ഞു. എന്താ കുട്ടി അങ്ങനെ പറയാൻ കാരണം? ഓൻ എന്താ അത് ഉപയോഗിക്കാനാണോ? 4ാം ക്ലാസ്സിലുള്ളൂ. ഇയാൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കണത്. ഞാനത് ചോദിക്കാനൊന്നും പോയില്ല കുട്ടിയോട്. കുറെ കഴിഞ്ഞപ്പോ അവൻ എന്നോട് വന്ന് ചോദിച്ചു, അത് പക്ഷേ സിഗരറ്റിന്റെ കളർ എന്താണ്, അതിന്റെ അപ്പൊ അവൻ കളർ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്തു. അത് എന്താണെന്നൊന്നുമല്ല, അതൊരു സാധനമാണുള്ളത്, എന്തായാലും കുട്ടി അറിയേണ്ട സംഗതിയാണ്. പറഞ്ഞു കൊടുത്തു, ഇന്നതാണ് കളർ, നിന്റെ കുപ്പായത്തിന്റെ ഷർട്ടിന്റെ ആ കളറാണ് അതിന്റെ തുമ്പത്ത്, ബാക്കി വെള്ളയാണ്. മോൻ എന്താ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞൊരു മറുപടി, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനല്ലേ, എനിക്ക് ചിത്രം വരക്കാനാണ് എന്ന്. അപ്പൊ അത് അവരുടെ ഒരു ചിന്ത റോങ് ആണ്. സിഗരറ്റ് എന്നുള്ള ഒരു ചിത്രം വരക്കാൻ വേണ്ടിയാണ് അവൻ ചോദിച്ചത്. പക്ഷെ നമ്മൾ കരുതുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടായിരിക്കാം. അത് മക്കളുടെ ചോദ്യങ്ങൾ അവരുടെ വളർച്ചയെ വല്ലാതെ ബാധിക്കും. അപ്പൊ അവരെ നമ്മൾ പരിഗണിക്കണം. ഇന്നലെ രാത്രിയോടെ
കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്ത വലിയൊരു വേദനാജനകമാണ്. ഒരു ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി, അമ്മയെ, ലഹരിക്കടിമയായ മകൻ, മയക്കുമരുന്നിന് അടിമയായ മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു എന്നാണ് കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്തയാണ്. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നു മക്കളിൽ ഇത്തരത്തിലുള്ള ചില ടെൻഡൻസികൾ? ഇപ്പൊ ഇവിടെ പാലക്കാട് ശ്രീകൃഷ്ണപുരമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയകളിലേക്ക് ഏറെ വൈറലായ വാർത്തയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഒരു തുണ്ടം കടലാസിൽ ചില അധ്യാപകരുടെ പേരും മറ്റൊക്കെ എഴുതി വെച്ച് മരണപ്പെട്ടു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനിക്കെന്തു പ്രശ്നം ഉണ്ടായാലും, എനിക്കെന്തു വിഷമുണ്ടായാലും, എനിക്കെന്ത് ചോദിക്കാനുണ്ടായാലും, എനിക്കെന്തു പറയാനുണ്ടായാലും എൻ്റെ മാതാപിതാക്കൾ അവരതിന് വെല്ലിങ്ങാണ്, അവരെന്നെ കാതോർത്തിരിക്കും എന്ന ഒരു ഉറപ്പ് മക്കൾക്ക് കിട്ടണം. കിട്ടാതിരിക്കുമ്പോൾ പലതിലേക്കും ഒരു പക്ഷേ മക്കൾ വഴുതി പോകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ അതിനൊരു മതപരമായൊരു പശ്ചാത്തലമുണ്ട്. എന്ത് ഒരു ചോദ്യത്തെ നമ്മൾ ഒരു മനുഷ്യനെ പരിഗണിക്കുന്ന ഒരു പരിഗണന എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാലോ, അന്ധനായ വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. പ്രമുഖരുമായി പ്രവാചകൻ സംസാരിച്ച് അവരിപ്പോൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുമോ എന്ന് പ്രവാചകന് തോന്നുമാറുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ അന്ധനായ വ്യക്തി കടന്നു വന്നിട്ട് പറഞ്ഞത്, എന്നെ ഉപദേശിക്കുക പ്രവാചകരെ, എനിക്ക് ഉപദേശം തരിക എന്ന്. ഒരു വേള പ്രവാചകൻ അദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു. അതിശക്തമായ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെ ആക്ഷേപിച്ചത്. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് അതൊരു പാഠമായിട്ട് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. പ്രവാചകനോട് ചോദിക്കുന്നു, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് എന്തറിയാം, ആർക്കാണ് ഹിദായത്ത് കിട്ടുക, ആരാണ് നന്നാവുക എന്ന് താങ്കൾക്കറിയാമോ എന്ന് അതിശക്തമായ രൂപത്തിലുള്ള ആക്ഷേപ വർഷമാണ് നടത്തിയിട്ടുള്ളത്. നല്ല മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലസീന യസ്തമിഊനൽ ഖൗല, കേൾവിക്കാരനാകണം. ശരിക്കും നമ്മളൊക്കെ ഈ ടീച്ചിങ് പ്രാക്ടീസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് LSRW. LSRWന്റെ ആ ഒരു ബേസിലാണ് കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. അതിൽ ആദ്യത്തെ എന്താണ്? എല്ലാണ് ലിസണിങ്, കേൾക്കണം. കേൾവിയാണ് ഏറ്റവും പ്രധാനം. ആര് പറയുന്നതും അതൊരു ചേർത്ത് പിടിക്കലാണ്. അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. നമ്മൾ ഒരാളെ കേട്ടാൽ അയാൾക്ക് എന്തുമാത്രം ആശ്വാസം. അത് ചെറിയ മക്കളുടെ വിഷയത്തിലാണെങ്കിൽ അത് ഭയങ്കരമാണ്. അതായത് മാഷബന്നെ കുത്തി, അപ്പോൾ എവിടെ മോളത് കുത്തിയത്, അപ്പോൾ കയ്യിലാണ് കുത്തിയത്, ഇപ്പോൾ വേദനിക്കുന്നുണ്ടോ, ഇവിടെ വേദനിക്കുന്നുണ്ടോ, അത് തന്നെ അവർക്ക് മതി. പിന്നെ അവിടെ ആരും കുത്തിയിട്ടുമില്ല, പിന്നെ ഒന്നുമില്ല, അവളെ സമാധാനമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ സ്ഥലത്ത് പോയിരിക്കും. എന്നാൽ അത് കേട്ടിട്ടില്ലെങ്കിലോ, അത് കേൾക്കോളം വന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ കുട്ടികൾ ഇങ്ങനെ തോണ്ടിയിട്ട് പിടിച്ചിട്ട് മാഷിനെ കുത്തി ഇന്നെ കുത്തി എന്ന് പറയും. അത് ചെറിയ കുട്ടികളുടെ പ്രകൃതമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ അവർ ചിലപ്പോൾ പല ചോദ്യങ്ങളും വന്ന് ചോദിക്കും. ബയോളജിയിലെ ചോദിക്കും. ഇന്നലെ എൻ്റെ മോള് 8ാം ക്ലാസ്സിലാണ്, ഞാനും +2 സയൻസാണ് പഠിച്ചത്. പക്ഷെ അതൊക്കെ ആ കാലത്തല്ലേ. ബയോളജിക്കൽ ചില ടേമുകൾ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ അങ്ങനെ അവരെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം അതറിയാവുന്നതിലേക്കുള്ള ചില സൂചനകൾ അവരെ നൽകും. ഗൂഗിളിനോട് ചോദിച്ചാൽ മതി മോളെ, ഗൂഗിളിനോട് ഒന്ന് ചോദിക്കൂ, അല്ലെങ്കിൽ ആ ടേമിന്റെ ഒരു മലയാളം ഡിക്ഷണറിയിലൊന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുക. ഡീമോട്ടിവേഷൻ കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അവർക്കത് മനസ്സിൽ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഈ ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ആ കുട്ടിക്ക് 1.5 മാർക്ക്, അങ്ങനെയാണ് വാർത്തകളിൽ കാണുന്നത്. 1.5 മാർക്ക് ആ കുട്ടിക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഡീമോട്ടിവേറ്റ് ചെയ്തു. ആ കുട്ടിയെ ഡിവിഷൻ മാറ്റിയിരുത്തി. അത് വല്ലാതെ ആ കുട്ടിയെ ബാധിച്ചു, പ്രയാസപ്പെടുത്തി എന്നാണ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ സംശയങ്ങളിൽ, അവരുടെ ചോദ്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അത് കേൾക്കാൻ, അറ്റ്ലീസ്റ്റ് ലിസൺ ചെയ്യാൻ, ലദീന യസ്തമിഊനൽ ഖൗല, അതൊരു അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യൻ. അത് ആദ്യം ഉണ്ടാകണം. നിങ്ങൾ റേഡിയോ ആവരുതേ എന്ന് പലരോടും പറയും. എന്താ റേഡിയോന്റെ പ്രത്യേകത? പറഞ്ഞുകൊണ്ടേയിരിക്കുക, കേൾക്കണ പരിപാടിയില്ല. അപ്പൊ അങ്ങനെ ആവരുതേ എന്നല്ല. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ക്ലാസ്സിൽ നടന്ന നുറുമ്പ് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അത് ആലോചന ഉണ്ടായില്ല, അവർ വലിയ കാര്യമായിട്ടാണ് പറയാം. അപ്പോൾ അവരെ നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തോ കുട്ടിക്കൊരു പ്രയാസമുണ്ട് എന്ന രൂപത്തിലുള്ളൊരു ശ്രദ്ധ കൊടുക്കണം. കാരണം കുട്ടികളുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ അത് കേൾക്കുക എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധയൂന്നേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ചിന്തയെ നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെയൊക്കെ ഇടയിൽ വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കണം, എൻ്റെ ഉപ്പ കേൾക്കണം, എൻ്റെ ഉമ്മ കേൾക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമെങ്കിൽ പോലും അതിന് കാതോർത്തിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വലിയൊരു തലമുറയുടെ ശില്പികളാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും അടിസ്ഥാനപരമായിട്ടുണ്ടാവണം. അതിൻ്റെ മതപരമായ പശ്ചാത്തലം നമ്മളിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിൽ നല്ലൊരു വെളിച്ചം ഇന്നത്തെ ചിന്തയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്.